നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ടോപ്പ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ നോക്കിയിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതെല്ലാമാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഡിജി സ്മാർട്ട്, കെല്ലി എന്നിവ സോഫ്റ്റ്വെയർ ടൂളുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ വേണ്ടി. ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഏതൊക്കെ? ഡിജി സ്മാർട്ട്, കെല്ലി. അപ്പൊ ഡിജി സ്മാർട്ട്, കെല്ലി എന്നിവയുടെ ഉപയോഗം എന്താണ്? ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം: UPSC ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? പ്രീതി സുധനാണ്. പ്രീതി സുധൻ UPSCയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? പ്രീതി സുധൻ. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഷൂട്ടിംഗ് 10 മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ വെങ്കലം ലഭിച്ചത് ആർക്ക്? മനു ഭാക്കർക്കാണ്. മനു ഭാക്കർ. അപ്പൊ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ, ഇപ്പൊ കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കർ നേടിയത് വെങ്കല മെഡലാണ്. എന്തായിരുന്നു ഇനം? ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ടിംഗ്. അടുത്ത ചോദ്യം: അടുത്തിടെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം ആര്? അഭിനവ് ബിന്ദ്രയാണ്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര. അപ്പൊ അടുത്തിടെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസ്, 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ പിയൂൺ മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025 പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th പ്രിലിംസ് 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാകുമ്പോൾ ഫീസിന് 1 ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. രണ്ടിനുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDCയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. LDCയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അടുത്തിടെ സ്ഥാനമേറ്റത് ആര്? ലേബർ പാർട്ടി നേതാവായ കിയർ സ്റ്റാമർ. അപ്പോൾ ലേബർ പാർട്ടിയുടെ നേതാവായ കിയർ സ്റ്റാമർ അടുത്തിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? കിയർ സ്റ്റാമർ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ
തലവനായി നിയമിതനായത് ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗാണ്. ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്താണ്? പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായിട്ട് നിയമിതനായതും ആര് തന്നെയാണ്? ഗഗൻ നാരംഗാണ്. അടുത്തിടെ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ ബഹുമതി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ് സമ്മാനിച്ചത്. നരേന്ദ്രമോദി ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിതനായ ഹിന്ദി സംവിധായകൻ ആര്? സുധീർ മിശ്രയാണ്. സുധീർ മിശ്ര. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിതനായ ഹിന്ദി സംവിധായകൻ ആരാണ്? സുധീർ മിശ്ര. ഓർത്തിരിക്കാം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ ചരക്ക് കപ്പലിന്റെ പേരെന്ത്? സാധ്യതാ ചോദ്യം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. അടുത്ത ചോദ്യം. 1975 അടിയന്തരാവസ്ഥാ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായി ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ഏത്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ജൂൺ മാസം 25 ഭരണഘടന ഹത്യാ ദിനം ജൂൺ മാസം 25. എന്തിന്റെ ഓർമ്മയ്ക്കായിട്ട്? 1975 അടിയന്തരാവസ്ഥാ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ്? കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇനി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസും ആണ്. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമനാണ്. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് എന്ന റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. ഇപ്പൊ തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇപ്പൊ ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമൻ. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതൊക്കെ? ഡിജി സ്മാർട്ടും കെല്ലിയും. പ്രീതി സുധനാണ് UPSCയുടെ ചെയർപേഴ്സണായി നിയമിതയായത്. മനു ഭാക്കർ ഷൂട്ടിംഗ് 10 മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ലഭിച്ചു. അഭിനവ് ബിന്ദ്ര അടുത്തിടെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം. ഈ ഒരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അഭിനവ് ബിന്ദ്ര. കിയർ സ്റ്റാമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അടുത്തിടെ സ്ഥാനമേറ്റു. ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായി നിയമിതനായി. നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസൽ ബഹുമതി ലഭിച്ചു. സുധീർ മിശ്ര 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിതനായ ഹിന്ദി സംവിധായകനാണ്. സാൻ ഫെർണാണ്ടോ എന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യം എത്തിയ ചരക്ക് കപ്പലാണ്. 1975 അടിയന്തരാവസ്ഥാ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായി ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസമെന്ന് ജൂൺ മാസം 25. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപും ആണെന്ന് ഓർക്കുക. നിർമ്മല സീതാരാമൻ ഒരു റെക്കോർഡ് ഇട്ടു. എന്താണ്? തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ്. ആരുടെ റെക്കോർഡാണ് മറികടന്നത്? മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടന്നത്. അടുത്ത ചോദ്യം. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ തുടർച്ചയായി 7ാമതും 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളത്തിന്റെ ഫാക്ട് ആയതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ തുടർച്ചയായി 7ാമതും 1ാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിച്ച് മണ്ണിലും
പാറകഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തിയ ചൈനയുടെ ചാന്ദ്ര ദൗത്യമാണ് ചാങ് 5. അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിച്ച മണ്ണിലും പാറകഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തിയ ചൈനയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താ? ചാങ് 5. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരുന്നതിന്റെ റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് AK ശശീന്ദ്രനാണ്. മുഖ്യമന്ത്രി ഒഴികെയുള്ള കണക്കാണിതേ. മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാരിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരുന്നതിന്റെ റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ഇപ്പോൾ നമ്മുടെ കേരള വനം വകുപ്പ് മന്ത്രിയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനും രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സിറിൽ റാമഫോസയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. സിറിൽ റാമഫോസ. പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ OR കേളു MLA ആയിരുന്ന പ്രദേശം എവിടെയാണ്? മാനന്തവാടി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ തുടർച്ചയായി 7ാമതും 1ാമതെത്തിയത് കേരളമാണ്. ചാങ് 5 എന്നത് ചൈനയുടെ ചാന്ദ്ര ദൗത്യമാണ്. ഇനി AK ശശീന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കി. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനുമാണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ OR കേളു MLA ആയിരുന്ന പ്രദേശമാണ് മാനന്തവാടി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആര്? സോജൻ ജോസഫ്. സാധ്യതാ ചോദ്യമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ്. ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായത് റേച്ചൽ റീവ്സ്. 2024 ഭരത് ഗോപി പുരസ്കാരം നേടിയ നടൻ ആരാണ്? സലിംകുമാറിനാണ് ലഭിച്ചത്. ഭരത് ഗോപി പുരസ്കാരം 2024. അടുത്തൊരു സോഫ്റ്റ്വെയർ ആണ് സുരക്ഷാ സോഫ്റ്റ്വെയർ. ഇതും ചാൻസ് ഉള്ള ചോദ്യമാണ്. സുരക്ഷാ സോഫ്റ്റ്വെയറിന്റെ ലക്ഷ്യം എന്ത്? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് സുരക്ഷാ സോഫ്റ്റ്വെയർ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഏത്? സുരക്ഷാ സോഫ്റ്റ്വെയർ. കാർഗിൽ യുദ്ധവിജയത്തിന് 2024 ജൂലൈ 26 എത്ര വർഷം തികഞ്ഞു? 25 വർഷമാണ് തികഞ്ഞത്. 25 വർഷം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 25 ടോപ്പ് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ ഓഗസ്റ്റ് മാസം വരെയുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.